ആർക്കും എപ്പോഴും വേണമെങ്കിൽ പരീക്ഷിക്കാം. ഞാൻ ആരെങ്കിലും അങ്ങനെ വഹാബി മൗദൂദിയുടെ ആശയത്തിൽ നിൽക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എവിടേക്ക്? ബഹുമാനപ്പെട്ട കവരത്തി ദ്വീപിലേക്ക്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം റളിയല്ലാഹുവിന്റെ അവിടുത്തെ ഹളറത്തിലേക്ക്. ഇന്നും നിലനിൽക്കുന്ന കറാമത്തായി പറയുന്നത് പുകയിലയുമായിട്ട് ഒരുത്തന മക്കാമിലേക്ക് അങ്ങ് കടക്കുകയാണെങ്കിൽ അവിടെ ബോധം കെട്ടങ്ങോട്ട് പോകും. ഏതെങ്കിലും ധൈര്യമുള്ള വഹാബി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കറാമത്തൊന്നുമില്ല, അതൊക്കെ വെറുതെ അതൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വഹാബി ഉണ്ടെങ്കിൽ ആ വഹാബിനെ വെല്ലുവിളിച്ചിട്ട് പറയട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കവരത്തി ദ്വീപ് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം അതിന്റെ മക്കാം ഒന്നും അവിടെ ഉണ്ട്. എന്നാൽ ഒരു സിഗരറ്റേറ്റ്, ബീഡിയേറ്റ്, പുകലേറ്റ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ കവരത്തി ദ്വീപിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മക്കാമിനൊക്കെ ഒന്ന് കയറി എന്നാ കാണാ കറാമത്ത് എന്താന്നുള്ളത്. കറാമത്ത് നിഷേധിക്കുന്ന ഇല്ല എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായിട്ട് പറയുന്നു, കറാമത്തുകൾ, യഥാർത്ഥ കറാമത്തുകൾ നിഷേധിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന കറാമത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ആദരവാണ് അല്ലെ. ഇവര് പറഞ്ഞ പോലെ മാജിക് ഒന്നല്ല. എന്തായാലും അത് സംബന്ധിച്ചൊക്കെ കൂടുതൽ പറഞ്ഞത് കാരണം ഈ വീഡിയോയിൽ പറയുന്നില്ല. ഈ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് കാണുവാൻ ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അപ്പോ ഏതായാലും ഈ വെല്ലുവിളിക്ക് എനിക്ക് അള്ളാഹു ആയുസ്സും അതിന് ആഫിയത്തും കഴിവും തരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോകാം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സിഗരറ്റുമായിട്ട് ഞാൻ ആ മക്കാമിലേക്ക് പോകും. എന്താ പോയാല് സിഗരറ്റ് വലിക്കലല്ലേ തെറ്റ് അല്ലേ? സിഗരറ്റ് പോക്കറ്റിലിട്ടിട്ട് പോകാലോ. എന്നിട്ട് പോയിട്ട് ഞാനത് തലകുത്തി മറിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങളുടെ അടിമയാണ് ഞാൻ. ഇൻഷാ അല്ലാ. ഇനി നാളെ തന്നെ എപ്പോഴാ പോകണമെന്ന് ചോദിക്കണ്ട. ഇനി എനിക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, നമുക്ക് പ്ലാൻ എ പോലെ തന്നെ പ്ലാൻ ബി വേണല്ലോ. ഇത് സത്യത്തിൽ പ്ലാൻ എ ആണ് എങ്കിലും പറയുകയാണ്, ലക്ഷദ്വീപിലുള്ള ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ ഒരു കഷ്ണം പോകല, അത് നിങ്ങൾ വലിക്കുക തിന്നൊന്നും വേണ്ട, അത് പൊതിഞ്ഞിട്ട് ഷർട്ടിലോ പാൻറ്റിന്റെ പോക്കറ്റിലോ ഇട്ടിട്ട് ഒന്ന് അവിടെ കയറിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇട്ട് തരുമോ? ഞാൻ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടോ? കാര്യം എന്താണെന്നറിയോ സഹോദരന്മാരെ, ഇവര് പറയുന്ന ഈ കവരത്തി ദ്വീപിലെ കാസിം വലിയുള്ള എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ ആള് 12 മാസം 9 മാസവും അല്പം ദിവസങ്ങളും വയറ്റിൽ കിടക്കേണ്ട കുട്ടിയെ, ഗർഭത്തിൽ കിടക്കേണ്ട കുട്ടിയെ 12 മാസം 1 വർഷം ഉമ്മയുടെ, അയാളുടെ ഭാര്യയുടെ വയറ്റിൽ കിടത്തിയ ആളാണ്. ആ സംഭവം നമ്മളൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊന്ന് നിങ്ങൾ കേട്ടു നോക്ക്, എന്നിട്ട് ബാക്കി പറയാം. രണ്ടാമത്തെ കുട്ടീനെ പ്രസവിക്കാൻ 9 മാസം പ്രായമായപ്പോ ചരിത്രത്തിൽ പറയുന്നുണ്ട്, കാസിം വലിയുല്ലാഹി നമ്മളെ കേരളത്തിലേക്ക് പോരുകയാണ്. അപ്പൊ ഭാര്യ വീട്ടുകാരൊക്കെ വലിയ അങ്കലാപ്പിലായി. നിങ്ങളിപ്പോ പോയാല് വീടൊരു പ്രസവിക്കാനായ സമയായില്ലേ, നിങ്ങളിപ്പോ എങ്ങനെ പോയാല് ഞാൻ വരുവോളം മഹദി പ്രസവിക്കൂല. വന്ന് ഒരു 3 മാസം കഴിഞ്ഞിട്ടാ തിരിച്ചെത്തിയത്. 12 മാസമായിട്ടാണ് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ട് ഉമ്മ, ഭാര്യ പ്രസവിച്ചത്. ഞാൻ വരുവോളം മഹദി പ്രസവിക്കൂല. മഹാനവരുകൾ യാത്ര കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ് തന്റെ ഭാര്യ പ്രസവിച്ചത്. കേട്ടല്ലോ എന്താ പറഞ്ഞത്? ഞാന് കേരളത്തിൽ പോയിട്ട് തിരിച്ചു വരുവളച്ച് പറഞ്ഞാന്നും പറഞ്ഞിട്ട് പോയി എന്നാ പറഞ്ഞത്. അത് വിശദീകരിച്ചുകൊണ്ട് വീഡിയോ മറ്റൊരു ചാനൽ ഇട്ടിട്ടുണ്ട്, അത് വിശദീകരിക്കുന്നില്ല. ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകൾ കാട്ടി ഔലിയക്കാക്കിയാണ് അത്. ഇനി മറ്റൊരു കറാമത്ത് എന്താണ്? പ്ലേറ്റിൽ മഷിയും കൊണ്ട് എഴുതുക, കരിക്കട്ടയും കൊണ്ട് എഴുതുക, അത് കലക്കി കുടിക്കുക, അപ്പ രോഗം മാറുന്നുള്ളതാ. പിന്നെയും ഒരുപാട് കറാമത്തുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. പുകലയുമായിട്ട് അയാളുടെ മക്കാമിലേക്ക് കയറിയാൽ തലകുത്തി മറിയും, ബോധം കെട്ട് വീഴുന്നു പറയുന്നത് ഏറ്റെടുക്കാൻ ലക്ഷദ്വീപിലെ അല്പമെങ്കിലും ബുദ്ധിയും ധൈര്യവും എൽമും ഉള്ളവരെ ഞാൻ ക്ഷണിക്കുകയാണ്. മറ്റൊന്നല്ല, ഇതൊന്നല്ല ചെങ്ങൈമരെ കറാമത്ത്. ഇവരെ കറാമത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചാലും തോരാത്ത കറാമത്താണ്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കറാമത്ത്. അങ്ങനെയല്ല കറാമത്ത് എന്നുള്ളത് ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. യഥാർത്ഥ കറാമത്ത് എന്താണെന്ന് പലതവണ നമ്മൾ പറഞ്ഞതാണ്, കാണിച്ചതാണ്. ഒരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ധാരാളമായി കേൾക്കുന്ന ചില പ്രയോഗങ്ങളാണ്. ആ മഹാൻ വലിയ സിദ്ധിയുള്ള ആളാണ്. അയാൾക്ക് മറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. അയാൾക്ക് എന്തോ ചില കറാമത്തുകളുണ്ട് തുടങ്ങിയ പദപ്രയോഗങ്ങൾ ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട്. ആളുകളുടെ ധാരണ കറാമത്ത് എന്നാൽ എന്തൊരു അത്ഭുത സിദ്ധി ലഭിക്കുക എന്നാണ്. ഒരാൾക്ക് കറാമത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ
മറ്റുള്ളവർക്ക് എന്തു പ്രശ്നത്തിനും അയാളുടെ പോയി പറയാമെന്ന് സമൂഹം വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് മുറാദ് ഹാസിലാകുവാനും കളഞ്ഞുപോയ വസ്തു ലഭിക്കുവാനും അതുപോലെ ജീവിതത്തിലെ ഏതു ആവശ്യങ്ങൾക്കും അയാളെ സമീപിച്ചാൽ മതി എന്നാണ് കറാമത്ത് എന്നുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്നത്. എന്താ സഹോദരങ്ങൾ കറാമത്ത്? കറാമത്ത് എന്നാൽ ആദരവ് എന്നാണ് നേരെ അതിന് അർത്ഥം. അല്ലാഹു തആല വിശ്വാസിയ ഒരു അടിമയെ ആദരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു, അതാണ് കറാമത്ത്. ഒരുപക്ഷെ അയാൾക്കൊരു പ്രയാസഘട്ടം വന്നു, ആ പ്രയാസഘട്ടത്തിൽ റബ്ബ് ഇടപെട്ടുകൊണ്ട് അവനെ സഹായിച്ചു, അതൊരു കറാമത്താണ്. ഒരാൾക്കൊരു ഭവിഷ്യത്ത് വരുന്നു, അല്ലാഹു തആല ഇടപെട്ടുകൊണ്ട് അത്ഭുതകരമായി അത് നീക്കിക്കൊടുക്കുന്നു, അതാണ് കറാമത്ത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിന്ന് രാത്രി നിസ്കാരം കഴിഞ്ഞ് 2 സ്വഹാബിമാർ വീട്ടിലേക്ക് പോകുന്നു. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അവിടെ കയ്യിൽ വെളിച്ചമില്ല, ഇരുട്ടത്താണ് പോകുന്നത്, നല്ല ഇരുട്ടാണ്. ആ ഇരുട്ടിൽ 2 പേരും പോകുമ്പോൾ അവിടെ മുമ്പിൽ പെട്ടെന്നൊരു വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. ആ വെളിച്ചം മുമ്പിൽ എങ്ങനെ പോകുന്നു, അതിൽ ഇവർ നടന്നു പോകുന്നു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വഴി 2ആയി പിരിയുകയാണ്. 2 പേരുടെയും വീട്ടിലേക്ക് 2 വഴിക്ക് പോകണം. ആ സമയത്ത് ഈ വെളിച്ചം 2ആയി പിരിഞ്ഞു. ഓരോരുത്തരുടെയും കൂടെ ആ വെളിച്ചം പോയി. 2 പേരും വീട്ടിലേക്ക് എത്തിയതോടുകൂടി ആ വെളിച്ചം അപ്രത്യക്ഷമായി. ഇതൊരു കറാമത്താണ്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കറാമത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇനി ജീവിതത്തിൽ എവിടെയും ഇരുട്ടിൽ പെട്ടുപോകുന്ന ഒരാൾ ഇവരെ വിളിച്ചാൽ മതി എന്നാണോ? അല്ലല്ലോ. ഏതെങ്കിലും സ്വഹാബി അങ്ങനെ മനസ്സിലാക്കിയോ? ഇതോടുകൂടി ഈ സ്വഹാബിമാരുടെ പേരിൻ്റെ കൂടെ വലിയുല്ലാഹി എന്നൊരു പേര് കൂടി സ്ഥാപിക്കപ്പെട്ടുവോ? ഇല്ല. ഈ സ്വഹാബിമാരുടെ വീടിന് മുമ്പിൽ വലിയുല്ലാഹി എന്ന് വെച്ചുകൊണ്ട് പേരെഴുതി വെച്ചിട്ട് പരിശോധനാ സമയം രേഖപ്പെടുത്തിയോ? ചികിത്സക്കായി അവർ പിന്നെ വീട്ടിലിരുന്നുവോ? പിറ്റേന്ന് അവർ പള്ളിയിലേക്ക് വരുമ്പോൾ കയ്യിൽ വെളിച്ചം കരുതാതെ പോരുമോ? ഞങ്ങളൊക്കെ കറാമത്തുള്ളവരാ, ഞങ്ങൾക്ക് ടോർച്ചൊന്നും ആവശ്യമില്ല, വെളിച്ചമൊന്നും ആവശ്യമില്ല എന്നൊരു ഭാവമുണ്ടായോ? ഒന്നുമില്ല. ഹദീസിൽ സ്ഥിരപ്പെട്ട കറാമത്താണ്. മറിയം ബീവിയുടെ കറാമത്ത് ഖുർആൻ പഠിപ്പിക്കുന്നു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. മറിയമിൻ്റെ അടുത്തേക്ക് സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോഴൊക്കെയും അവിടെ മുമ്പിൽ സുഭിക്ഷമായ ഭക്ഷണം കാണുകയാണ്. എവിടുന്നാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ നൽകുമെന്നാണ്. കറാമത്ത് നേർക്കുനേരെ കാണുകയാണ് ഒരു പ്രവാചകർ. ഈ കറാമത്ത് കണ്ട സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറിയമിനോട് സഹായം തേടിയോ? ഇല്ല. പിന്നീട് ജീവിതത്തിൽ എന്തോ പ്രശ്നത്തിനും എനിക്ക് മറിയം മതി എന്ന് മനസ്സിലാക്കിയോ? ഇല്ല. സൂറത്ത് ആലി ഇമ്രാനിൽ ഈ വിഷയം പറഞ്ഞിട്ട് തൊട്ടടുത്തായ എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ഈ മറുപടി കിട്ടേണ്ട താമസം അവിടെ വെച്ച് സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു. കറാമത്ത് കണ്ടവർ ആ കറാമത്ത് റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ് തെളിവാക്കിയത്. കാരണം എന്താ? അല്ലാഹു തആല മറിയമിലൂടെ ഇങ്ങനൊരു കാര്യം നടപ്പാക്കിയെങ്കിൽ അള്ളാഹുവേ എൻ്റെ കാര്യവും നീ സാധിപ്പിച്ചു തരണമേ, അതാണ് പ്രാർത്ഥന. അല്ലാതെ മറിയമേ താങ്കൾ ഉണ്ടായിട്ടാണോ ഞാൻ ഈ പ്രയാസപ്പെടുന്നു എന്നല്ല. അള്ളാഹുവേ ഈ മറിയമിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്നെ സഹായിക്കണേ എന്നല്ല. നേരെ മറിച്ച് അള്ളാഹുവേ എനിക്കും നീ നൽകണേ എന്ന്. കറാമത്ത് കണ്ടവരെല്ലാം, കറാമത്ത് ഉണ്ടായവരെല്ലാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഇന്ന് കറാമത്ത് കേൾക്കുമ്പോഴേക്ക് ആരിലൂടെയാണോ അത്ഭുതമുണ്ടായത് അവരെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം ചെയ്യുവാൻ, അവരോട് സങ്കടങ്ങൾ പറയുവാൻ, അവരോട് എല്ലാ വിഷമങ്ങളും ചെന്ന് അവതരിപ്പിക്കുവാൻ, ഇനി അവർ മരിച്ചാലും അവരെ ഖബറിന് പുറത്ത് ചെന്ന് അവിടെയും തൻ്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുവാൻ ഒക്കെയുള്ള ഒരു അത്താണിയായി, ഒരു ആശാ കേന്ദ്രമായിട്ടാണ് പലപ്പോഴും ഇതിനെ സൂചിപ്പിക്കുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തഫ്സീർ റാസിയിൽ പറഞ്ഞൊരു പരാമർശമുണ്ട്. ഉമർ ഖത്താബിനെ കുറേ കറാമത്ത് അദ്ദേഹം പറഞ്ഞു. ശേഷം അദ്ദേഹം പറയാണ്, ഉമർ ഖത്താബ് ശരീരപ്രകൃതി കൊണ്ട് വളരെ ക്ഷീണിച്ച ശോഷിച്ച പ്രകൃതമാണ്. വലിയ ഹാവഭാവാദികൾ അദ്ദേഹത്തിനില്ല. പലപ്പോഴും ഒരു വസ്ത്രം മാത്രമാണ് ധരിക്കാറുള്ളത്. മണലിൽ കിടന്നുറങ്ങുന്നു, കയ്യും തലയ്ക്ക് വെച്ച് ഈത്തപ്പഴയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഖലീഫ. പരിവാരങ്ങളില്ല, ഹാവഭാവങ്ങളില്ല, അതൊന്നുമില്ലാതെ മദീനയുടെ തിരുവോരങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്ന ഒരു ഖലീഫ.
പക്ഷേ ഉമർ എന്ന് കേൾക്കുമ്പോഴേക്ക് കിസ്ര കൈസർ പോലും ഞെട്ടിത്തരിക്കുന്നു. ശത്രുപക്ഷമൊന്നാകെ ബേജാറാകുന്നു. എന്നിട്ട് റാസി റഹ്മത്തുള്ളാഹി പറയാണ്, ഇതിനേക്കാളും വലിയ കറാമത്ത് മറ്റെന്താണ്? ഇതിലും വലിയ കറാമത്ത് മറ്റെന്താണ്? അപ്പം കറാമത്തുകൾ എന്ന് പറയുമ്പോൾ കുറേ അത്ഭുതങ്ങൾ കാണിക്കുക എന്നതല്ല, എന്തൊക്കെയോ സിദ്ധികൾ ലഭിക്കുക എന്നല്ല. കൊടുത്ത കഴിവ് എന്ന ആളുകൾ പറയും, കൊടുത്ത കഴിവല്ല. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ കൊടുത്ത കഴിവെന്ന് ചോദിക്കാമെന്നും പറയും. അങ്ങനെ ഒന്നേയില്ല. കറാമത്ത് എന്നാൽ വിശ്വാസിയായ ഒരു മനുഷ്യനെ ആദരിച്ചുകൊണ്ട് അല്ലാഹു തആല അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു, അതാണ് കറാമത്ത്. അതല്ലാതെ അവനെന്തോ സിദ്ധി കിട്ടി, അവനെ ഇനി ചികിത്സിക്കാം, അവനെ ആളുകളെ പ്രശ്നം പരിഹരിക്കാം, ഏതു പ്രശ്നത്തിനുമുള്ള പരിഹാരമാർഗമായി അത്താണിയായി അവനെ കാണാം എന്നൊരു വശമേ കറാമത്തുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എവിടെയും പഠിപ്പിക്കുന്നില്ല. എവിടുന്നോ കടന്നു വന്ന കുറേ തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിലുണ്ട്. നാം തിരിച്ചറിയുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.